എല്ലാവർക്കും നമസ്കാരം. പ്ലേസ് മാർക്ക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോസൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് കോഴ്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒത്തിരി പേര് കാണുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ്. നിങ്ങൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ പ്രോത്സാഹനം കിട്ടും. കറക്റ്റായിട്ട് വീഡിയോ ഇടാനൊക്കെ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കാണുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നേ ഇട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലെയിംസ് എല്ലാം ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കാണിച്ചിരുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ് എങ്ങനെ ഓൺലൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാധാരണ SB ബെനിഫിറ്റ്സ് എന്നത് മെഡിക്കൽ ബെനിഫിറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാം, അത് എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യുന്നത് എന്ന് മുതൽ തുടങ്ങി ബാക്കിയെല്ലാം എങ്ങനെയാണ് ക്ലെയിം നിങ്ങൾ പ്രോസസ്സിങ് ആകുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സൈൻ അപ്പ് മുതൽ എൻഡിങ് അതിൻ്റെ സബ്മിഷൻ വരെ സക്സസ്ഫുള്ളി എങ്ങനെ കാണിക്കും അതുവരെയുള്ളത് എല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എവിടെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാവില്ല. പലർക്കും ഒത്തിരി സംശയം വന്നത് ഇത് എവിടെയാണ് ഈ ക്ലെയിം ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഇത് എടുക്കേണ്ടത്. അങ്ങനെ കാണിച്ച വീഡിയോ തന്നെ ഞാൻ വീണ്ടും വീണ്ടും കോളുകളിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ഞാൻ പറയേണ്ടി വരുന്നുണ്ട്. പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് നന്നായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സാധാരണ ഉള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ വഴി കാണിച്ചു തരുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകും. അത് ബാക്കിയുള്ളവർക്ക് കൂടെ അറിഞ്ഞുകൂടാത്ത എല്ലാവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണാനായിട്ട് പോയാലോ? ഗൂഗിളിൽ കയറുക, IP പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു ലിങ്ക് വരും, IP പോർട്ടൽ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ IP പോർട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ 10 അക്ക ഇൻഷുറൻസ് നമ്പറാണ്. ആ ഇൻഷുറൻസ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങൾ മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഇതിലും അതേപോലെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ക്യാപ്ച കാണാവുന്നതാണ്, അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈനപ്പ് കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് കൊടുത്തപ്പോഴേക്ക് അടുത്ത ഒരു പേജ് ഓപ്പൺ ആയി വന്നില്ലേ, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പറും ക്യാപ്ചയും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സൈനപ്പ് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആവുകയും നിങ്ങളുടെ മൊബൈലിലോട്ട് ഒരു OTP വരികയും ചെയ്യും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ OTP വരിക നിങ്ങൾ ESIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലോട്ടായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് സെറ്റ് ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു പേജ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും പഴയതുപോലെ യൂസർ നെയിം എന്ന് പറഞ്ഞ ഇൻഷുറൻസ് നമ്പർ നിങ്ങളുടെ പുതിയ പാസ്വേഡ് അടിച്ച് അടുത്തതായിട്ട് ലോഗിൻ ചെയ്യണം. സൈനപ്പ് കൊടുക്കരുത്, അടുത്തതായിട്ട് ലോഗിൻ ആണ് ചെയ്യാനുള്ളത്. ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സൈനപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സൈനപ്പ് ഓപ്ഷൻ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓൾറെഡി ചില ആൾക്കാർ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രം മതി. എന്ന് വെച്ചാൽ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്ത് ക്യാപ്ചയൊക്കെ ചെയ്ത് ലോഗിൻ ചെയ്താൽ മതിയാവും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ സൈനപ്പ് ഓപ്ഷൻ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റെഡ് കളറിൽ എഴുതി കാണിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഒരു വിൻഡോ അടുത്തതായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാലോ ഓൺലൈൻ ക്ലെയിം ആണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ അകത്ത് ക്യാഷ് ബെനിഫിറ്റ് ക്ലെയിം റിക്വസ്റ്റ് സബ്മിഷൻ കണ്ടില്ലേ, അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്, സിക്നസ് ബെനിഫിറ്റ് കണ്ടല്ലോ, അതർ ബെനിഫിറ്റ്സ്. അതിൽ നിങ്ങൾ മെറ്റേണിറ്റി എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ ഞാൻ SB അഥവാ സിക്നസ് ബെനിഫിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ പേരും ഇൻഷുറൻസ് നമ്പറും ഒക്കെ അതിൽ കാണിക്കുന്ന കണ്ടില്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈൻ ക്ലെയിം ആയതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ വ്യൂ ചെയ്യാനല്ല, നിങ്ങൾക്കതിൽ ഇങ്ങനെ ഈ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഒരു നീല കളറിൽ താഴെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഓഫ്ലൈൻ ചെയ്യാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഓൺലൈൻ വാങ്ങുന്ന ആൾക്കാർ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത്. അതിന് പകരം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോക്സ് കണ്ടില്ലേ, ആ ബോക്സിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ഒരു ബോക്സ് കണ്ടില്ലേ, ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കുക. ഫ്രം ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ വാങ്ങുന്ന ദിവസത്തെ എന്നു മുതലാണ് നിങ്ങൾ ലീവ് തുടങ്ങുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയിരുന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് മുതലാണ് നിങ്ങൾ ക്ലെയിം ചെയ്യാനുള്ളത്. അല്ല, സാധാരണ പോലെ ഡിസ്പെൻസറിയിൽ പോയി ലീവ് മേടിച്ചിട്ട് ഓൺലൈൻ ലീവ് മേടിച്ചേച്ച് അതിൻ്റെ ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് നിങ്ങൾ ഇഷ്യൂ ഡേറ്റ് നിങ്ങളിവിടെ കൊടുക്കുക. അടുത്ത 7ാമത്തെ ദിവസം അറിയാലോ, നമുക്ക് ലീവ് മേടിക്കുന്നത് 7 ദിവസം കൂടുമ്പോഴാണ്. ആ 7ാമത്തെ ദിവസം കൊടുക്കുക എന്ന് വെച്ച് നിങ്ങൾ അതെന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യുക. കണ്ടില്ലേ, സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു റെഫറൻസ് നമ്പർ വരികയും നിങ്ങളുടെ ഡേറ്റ് അവിടെ കാണിക്കുകയും ചെയ്തു. നിങ്ങൾ എന്നാണ് ലീവ് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ ബ്രാഞ്ച് ഓഫീസുകളിൽ അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായി SBക്ക് ചെയ്യേണ്ടത്.